ജീവിതത്തിൽ ക്രമീകരിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ വീട് കുമ്പനാടാണ്. എന്റെ പേര് പാസ്റ്റർ രാജു പൂക്കാല ഓർമ്മിച്ചതുപോലെ ജോർജ് ജേക്കബ് PDLH എന്ന് അറിയപ്പെടുന്ന ഓർത്തഡോക്സ് സമുദായത്തിലാണ് ജനിച്ച് വളർന്നത്. മാതാപിതാക്കൾക്ക് ഏക മകനായി ഞാൻ ജനിച്ചു വളർന്നു. കോട്ടയം പഴയ സെമിനാരിയിൽ BD പാസ്സായി. അതിനുശേഷം പുരോഹിതനായിട്ട് മദ്രാസ് ഡയോസിസിലായിരുന്നു. അവിടെ ആദ്യം ബാംഗ്ലൂരിലും പിന്നെ മദ്രാസിലും ഹൈദരാബാദിലും, അതിനുശേഷം ഞാൻ കുറച്ചുനാള് സിംഗപ്പൂരിലും പിന്നെ അവസാനം മലേഷ്യയിലുമായിരുന്നു. വീണ്ടും ബാംഗ്ലൂരിൽ കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, ഒരു ചേഞ്ചിന് കാരണമായി. അതിനുപരിയായി എന്റെ ഭാര്യ ഗ്രേസിന് ഒരു രോഗത്തിൽ നിന്ന് വലിയ വിടുതൽ ലഭിച്ചു. തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് വളരെ സീരിയസ് ആയി. ശരീരം വളരെയധികം ശോഷിച്ചപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു തൈറോയിഡ് പ്രോബ്ലം ആണ്, ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. തൽക്കാലം നിയോമർക്കസോൾ എന്ന് പറയുന്ന ടാബ്ലറ്റ് കൊടുത്തു. അത് 14 ദിവസം അത് കഴിച്ചപ്പോൾ ആ ടാബ്ലറ്റ് ശരീരത്തിൽ റിയാക്ഷനായി. ബോൺ മാരോ ഡിപ്രസ്ഡ് ആയി. WBC കൗണ്ട്, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് കുറഞ്ഞു, ഹീമോഗ്ലോബിൻ കുറഞ്ഞു. അവര് പറഞ്ഞു ഇനിയും മെഡിക്കൽ സയൻസ് കൊണ്ട് ഇവിടെ യാതൊരു രക്ഷയുമില്ല, വെല്ലൂർക്ക് കൊണ്ടുപോയി ബോൺ മാരോ അല്ലെങ്കിൽ മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്തെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ. അങ്ങനെ മെഡിക്കൽ സയൻസ് കൈവിട്ട സ്ഥാനത്ത് ഈ പ്രത്യേകമായ അനുഭവത്തിൽ മുത്തൂറ്റ് മെഡിക്കൽ കോളേജിൽ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വൈഫിന്റെ ഉപ്പാപ്പനും ഭാര്യയും മാത്രമേ ഈ കൃപയിലുള്ളൂ. ഒരു ദൈവദാസനുമായി കടന്നു വന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു വലിയ പ്രകാശം തന്റെ ശരീരത്തെ അടിക്കുന്നതായിട്ടും മകളെ ഞാൻ നിന്റെ രോഗം സൗഖ്യമാക്കിയിരിക്കുന്നുള്ള ഇമ്പശബ്ദം കേട്ടു. ശരീരം ഐസ് പോലെയായി തീർന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആശ്വാസം ലഭിച്ചു. ഞങ്ങളെ വെല്ലൂർക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്നുള്ള സകല റിപ്പോർട്ടുകളും വെല്ലൂരിൽ സമർപ്പിച്ചു. അവര് ടെസ്റ്റ് എല്ലാം വീണ്ടും നടത്തി. അതിനുശേഷം അവര് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ റിപ്പോർട്ടിന് പ്രകാരം ഈ രോഗിക്ക് യാതൊരു രോഗവുമില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന വാഗ്ദത്ത പ്രകാരം ദൈവം വിടുതൽ അയച്ചു. ആ വലിയ വിടുതൽ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിക്കാൻ ഒരു കാരണമായി. ഞാൻ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ കൌൺസിലിംഗിന് പഠിക്കുമ്പോൾ എന്റെ കൂടെയുള്ള സ്റ്റുഡൻസിൽ കൂടുതലും പെന്തിക്കോസുകാരായിരുന്നു. ഞങ്ങൾ 3 അച്ഛന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതായ ഫാദർ അഗസ്റ്റിൻ, ഫാദർ ബോസ്കോ. അവിടുത്തെ ഈ പ്രാർത്ഥനയിലും പെന്തിക്കോസുകാരായ സ്റ്റുഡൻസിന്റെ പ്രാർത്ഥന, അവരുടെ കൂട്ടായ്മ, ബൈബിൾ ക്ലാസുകളിൽ കൂടി അവര് ഒരു കാര്യം മനസ്സിലായി, വിശ്വാസ സ്നാനം കറക്റ്റാ. നേരത്തെ ഒരു ദൈവദാസൻ സൂചിപ്പിച്ചത് ഭരണഘടനയിലല്ല, ഓർത്തഡോക്സ് യാക്കോബ സമുദായത്തിന്റെ ഹൂദായ കാനോനിൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും സ്നാനത്തിനായി കടന്നു വരികയാണെങ്കിൽ വിശ്വാസത്തോട് കടന്നു വരുന്നവർക്ക് അവർക്ക് പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ അവരെ സ്നാനപ്പെടുത്തണമെന്ന് ഹൂദായ കാനൂനിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഏതായാലും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ പഴയ മനുഷ്യ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം അതിനുള്ള ആ പ്രേരണ ഉള്ളിൽ തന്നു. ആ ഫാദർ അഗസ്റ്റിൻ ബോസ്കോ ബാംഗ്ലൂരിൽ വെച്ച് തന്നെ ആ 2 ദൈവദാസന്മാർ വേർപെട്ട് ആരാധിക്കുകയും സ്നാനപ്പെട്ട് മധുരയിലും ട്രിച്ചിയിലും ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാട്ടിൽ കടന്നു വന്നു. നവജീവോദയം ബൈബിൾ കോളേജിൽ ഞങ്ങൾ കുടുംബമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാസ്റ്റർ രാജു പൂക്കാല എന്ന ദൈവദാസനുമായി കാണുവാനും പരിചയപ്പെടുവാനും ഇടയായത്. ഒരു ദിവസം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. വേർപെട്ട് ആരാധിപ്പാൻ വലിയ ആഗ്രഹമുണ്ട്. ചുരുക്കമായി പറയാം, അതിനുവേണ്ടി 3 ദിവസം ഞങ്ങൾ ഉപവസിച്ചപ്പോൾ 3ാമത്തെ ദിവസം പറഞ്ഞു, ഒരു ദൈവദാസൻ കടന്നു വന്ന് ശക്തിയായിട്ട് ആലോചന അറിയിക്കും, അത് നീ ഉടനെ കൈ ഉയർത്തി സമർപ്പിക്കാം. ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഈ ദൈവദാസൻ ഇങ്ങനെ ഒരു പ്രേരണ നൽകി. അല്ലെങ്കിൽ ധൈര്യത്തോടൊരു പുരോഹിതന്റെ വീട്ടിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടുള്ള ആളുകളുടെ നടുവിലേക്ക് കടന്നു വരാൻ ധൈര്യപ്പെടുകയില്ല. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം അദ്ദേഹം കടന്നു വന്നു. അച്ഛാ, വേർപെട്ട് ആരാധിപ്പാൻ തക്കവണ്ണം വലിയ പ്രേരണ എന്റെ ഉള്ളിലുണ്ട്, ഇതുപോലൊരു ദർശനം ഞാൻ കണ്ടുവെന്ന് പറഞ്ഞ് അന്ന്
ഞാൻ കൈ ഉയർത്തി എന്നെ തന്നെ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് 1998 ചുരുക്കത്തിൽ പറയാം, ഓഗസ്റ്റ് മാസം 30 തിരുവല്ല പ്രയർ സെന്ററിലെ സ്നാനക്കുളത്തിൽ ആദ്യമായി സ്നാനപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ആരാധിക്കുന്ന ആരാധനകൾ പലതും ഹല്ലേലൂയ മുഴുവനും വാസ്തവത്തിൽ അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ വചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാനൊരു 1-2 കാര്യം പറയാം. ഓർത്തഡോക്സ് സഭയിലെ ആരാധന തുടങ്ങുമ്പോൾ ഒരു പാട്ടുണ്ട്, ലോകം താത സഹോദരർ ജാതിയതും തറവാടും അകയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു നന്നേറ്റം. ഇവിടെ പാടാൻ ധാരാളം പേരുണ്ട്. സഹദേന്മാരെ സദാകാലം സ്മരണം ചെയ്യുവാൻ, ഓർക്കുവാൻ വേണ്ടി സഭ പഠിപ്പിക്കുമ്പോൾ വചനം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതിലേക്ക് വിളിച്ച് വേർതിരിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Glory to God. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത സമയത്ത് ദുബൈയിലായിരുന്ന സമയത്താണ് രാജുവച്ചനെ ഉപദ്രവിച്ച് രാജ്യത്തിനുണ്ടായ ആക്സിഡന്റ് കാര്യമൊക്കെ അറിയാനും ഞങ്ങൾ സൗദിയിലായിരുന്ന രാജുവച്ചൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോണ്ടാക്ട് ചെയ്യുവാനും ഒക്കെ സാധിച്ചു. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. കുർബാന ആരംഭിക്കുന്ന തന്നെ ഹല്ലേലൂയ പാപമോചനത്തോടുകൂടി ആരംഭിക്കുന്നുവെങ്കിൽ കുർബാന അവസാനിക്കുമ്പോൾ പുരോഹിതൻ പടിഞ്ഞാറോട്ട് നിന്ന് പറയുകയാണ്, സേലോൻ ബസലോ സാബിൻ ഹാബിബായ് വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ ഞങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടു കൂടെ പോകുവീൻ. ബലഹീനും ഭാവിയും ദാസനുമാകുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. ഇങ്ങനെ 100 കാര്യങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. മണിക്കൂറുകൾ നിന്ന് ഞങ്ങൾക്ക് പറയുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കുർബാന ആരംഭിക്കുന്നത് തന്നെ പാപമോചനത്തോടുകൂടി ആരംഭിക്കുന്നുവെങ്കിൽ കുർബാന അവസാനിക്കുമ്പോൾ പുരോഹിതൻ പറയുന്നത്, ഞാനും ഭാവിയാ, നീയും ഭാവിയാ. ഞങ്ങളെ വിടിവിച്ച വൻ കൃപകളെ ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുക. Glory to God. സമയ ചുരുക്കം കൊണ്ട് ഞാൻ മാറ്റി 1-2 കാര്യങ്ങൾ തൊട്ടുപോയെന്നേ ഉള്ളൂ. ബെന്തിക്കോസ് പാസ്റ്റർമാർ പറയുന്ന പോലെ കമ്പി വാചകത്തിൽ ഞങ്ങളങ്ങ് പോയെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അവസരം കിട്ടുകയാണെങ്കിൽ ഈ സത്യം മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത്രയൊന്നും അല്ല, ധാരാളം പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഇന്ന് വരാനുണ്ട്. ഹല്ലേലൂയ. ദൈവദാസൻ ഓർപ്പിച്ച പോലെ ഒരു നല്ല കൊയ്ത്ത